ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഇപ്പം മഞ്ഞ് കാലമായതുകൊണ്ട് നമ്മളെ പ്ലാന്റുകൾക്കൊക്കെ ലീഫിന് പുള്ളിക്കുത്തുകൾ വരാനും മഞ്ഞ ലീഫാകാനും ഇല കൊഴിയാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഓർക്കിഡ് പ്ലാന്റിനും വരുന്നൊരു കേടാണ് ഈ മഞ്ഞ് കാലത്ത് ഇലകൾക്ക് മഞ്ഞ പുള്ളി വരുന്നത്. അപ്പോൾ നമ്മളെ പ്ലാന്റിന് ഇപ്പോൾ വല്ലാതെയൊന്നുമില്ല, എന്നാൽ കുറേശ്ശൊക്കെ ഉണ്ടേനും. എന്നാൽ അത് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചും തരാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് മഞ്ഞ തുമ്പത്ത് ഇങ്ങനെ ഒരു പൊള്ളപ്പുമാതിരി വരിക, കറുത്ത പുള്ളി വരിക, അതുപോലെ തന്നെ കരിമ്പം പോലെ വരിക. അങ്ങനെയൊക്കെയുള്ള ലീഫുകൾ ഈ കാലത്താണ് നമ്മളെ പ്ലാന്റിന് അധികം വരിക. കണ്ടില്ലേ, ഒരു കരിമ്പം പോലെ. ഇതിനി ഒരു മഞ്ഞ കളറായി വന്നുകൊണ്ട് ഇതാണ് പഴുത്ത് കൊഴിഞ്ഞു പോകും. അങ്ങനെ നമ്മളെ പ്ലാന്റ് കിടന്ന് തണ്ടും കൂലുമായി നിൽക്കുക. അപ്പോൾ ഈ കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ നല്ല തണുപ്പ് കാലമാണല്ലോ, അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ട ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 10 ദിവസമോ 12 ദിവസമൊക്കെ കൂടുമ്പോഴാണല്ലോ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അധികം ഫെർട്ടിലൈസറൊന്നും കൊടുക്കാറുമില്ല. അല്ലാതെ തന്നെ ഡെയിലി രാവിലെ ഒന്ന് നനച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഞാൻ ഇവിടെ കാണിക്കാറുണ്ട് നിങ്ങൾക്ക്. ഞാൻ എന്നാണോ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്, എന്താണോ കൊടുക്കുന്നത്, അത് കറക്റ്റായിട്ട് ഞങ്ങളോട് പറയാറുമുണ്ട്, നിങ്ങൾക്ക് കാണിച്ച് തരാറുമുണ്ട്. ഇപ്പോൾ എന്തോ അറിയില്ല, പൂക്കളൊക്കെ വല്ലാതെ അങ്ങോട്ട് ഇല്ല, കുറച്ച് കമ്മിയാണ്. പക്ഷേ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബ്ലൂമിങ് സ്റ്റേജിൽ നല്ല പൊന്തി തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. മുട്ടും പൂവൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ആദ്യത്തെ പോലെ അങ്ങോട്ട് ഒരു ഉഷാറിൽ പൂക്കൾ ഇങ്ങോട്ട് വല്ലാണ്ടല്ല. പക്ഷേ ഇങ്ങനെ ഈ ഇടയിൽ ഓരോരോ ലീഫ് ഇതൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്തിടണം കേട്ടോ. എടുത്തിട്ടിട്ട് ഫെർട്ടിലൈസർ കൊടുത്താൽ മതി. അങ്ങനെ അവിടെയൊക്കെ ഓരോരോ മഞ്ഞ കളറേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കെമിക്കൽ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ കെമിക്കലൊന്നും കൊടുക്കാറില്ല. എൻ്റെ പ്ലാന്റിന് വലിയൊരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇനി ഇല്ലാതിരിക്കുകയും ചെയ്യട്ടെ, അത് വേറെ കാര്യം. ഞാൻ കൊടുക്കുന്നതൊക്കെ ഞങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞു തരാറുമുണ്ട്. അങ്ങനെ മഞ്ഞ കളറുകൊണ്ടൊക്കെയാണ് എല്ലാം നോക്കുകയാണെങ്കിൽ ലീഫൊക്കെ നല്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉള്ളത് നിൽക്കുന്നത്. മഞ്ഞ കളറൊന്നും അധികമല്ല, നല്ല ബ്ലൂമിങ് ആയിട്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. മുട്ടുമൊക്കെ കുറേശ്ശെ വിരലും തുടങ്ങിക്കണം, കണ്ടില്ലേ, എല്ലാത്തുമ്പോൾ മുട്ടൊക്കെ വിരൽ തുടങ്ങണം. പക്ഷേ എന്തോ ആദ്യത്തെ പോലെ നിറഞ്ഞു പൂക്കളില്ല. അപ്പോൾ അതിന് നമ്മൾ ഇനി ആ പുള്ളിയും കുത്തുമൊക്കെ വരാതിരിക്കാൻ, ഇപ്പോൾ വരും ഈ ഒരു സമയത്ത് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും. വെളുത്തുള്ളി ഉള്ളവർ വെളുത്തുള്ളി തന്നെ കൊടുത്തോളി. എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇപ്പോൾ ഇവിടെ കമ്മിയാണ്. വെളുത്തുള്ളിക്ക് നല്ല വിലയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പുതിയാപ്പിള കുറച്ചേ കൊണ്ടുള്ളൂ, ഇപ്പോൾ തോനെ കൊണ്ടുവരില്ല. അപ്പോൾ നല്ല ഒരു ഒരു 5 ലിറ്റർക്കൊക്കെ നല്ല 1 2 വലിയൊരു പുട എടുത്തിട്ട് നല്ലോണം കുത്തി ചായച്ച് മിക്സിയിൽ അരച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചുകൊണ്ട് ഡൈലൂട്ട് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ വെളുത്തുള്ളിൻ്റെ പൊടി ഇപ്പം എൻ്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിൻ്റെ പൊടിയാണ്. വെളുത്തുള്ളിൻ്റെ പൊടി എടുക്കുമ്പോൾ തന്നെ നല്ലോണം 2 സ്പൂണൊക്കെ എടുക്കണം കേട്ടോ. കാരണം നമ്മൾ പച്ച വെളുത്തുള്ളി മിക്സിയിലിട്ട് അരക്കുന്ന ആ ഒരു എന്താ പറയുക, അതിൻ്റെ വാസന ഇതൊന്നും സ്മെല്ലൊന്നും നമ്മളെ ഈ വെളുത്തുള്ളിൻ്റെ പൊടിക്ക് അത്ര തന്നെ കിട്ടൂല. പൊടി നമ്മൾ കൊടുക്കാന്നേ ഉള്ളൂ, എല്ലാത്തിനും നല്ലതാണ്. എവിടെയെങ്കിലും കമ്പ് ചീഞ്ഞോടത്തോ മുറിഞ്ഞോടത്തോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒന്നാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ പച്ച വെളുത്തുള്ളി പിന്നെ മിക്സിയിൽ അരച്ച് കാണ്ട് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത് കേട്ടോ. എന്തപ്പോൾ കട്ട പൊടിച്ചേക്കുക, ഒന്ന് ചെറുതായിട്ട് കട്ട പൊടിച്ചേക്കണം, ഒന്ന് ഇളക്കി കൊടുത്ത് കണ്ട് എടുത്താൽ മതി. 2 സ്പൂൺ നല്ലോണം നിറച്ചെടുക്കുക കേട്ടോ. സാധനം കയ്യിലുണ്ട്. 2 സ്പൂൺ നല്ലോണം നിറച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളി. പൊടി ഉണ്ടെങ്കിൽ പൊടിയുള്ളവർ ചെയ്തോളി. പൊടിനെക്കാട്ടിലും നല്ലത് പിന്നെ വെളുത്തുള്ളി കൊടുക്കുന്നതാണ്, വെളുത്തുള്ളി അരച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളിക്ക് നല്ല വിലയാണ് കേട്ടോ. ഞാനുള്ളത് പറയണമെന്നേ ഉള്ളൂ. എനിക്ക് പിന്നെ എന്താ വെച്ചാൽ കെമിക്കൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ കെമിക്കൽ ഇത് വാങ്ങിക്കോളൂ. എനിക്ക് ഇവിടെ സെയിലും ഇല്ല, എനിക്കത് വിൽക്കും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കൊടുക്കണോണ്ട് ഞാൻ കൊടുക്കുന്ന വളം ഇന്നതാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ പ്ലാന്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അല്ലാതെ ഒന്നും ആ മഞ്ഞപ്പുള്ളി വന്നിട്ടില്ല, 1 2 ഉണ്ട്. അതിപ്പോൾ ഏതൊരു പ്ലാന്റിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം ഞങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്, ഞങ്ങളോട് അത് കൊടുക്കാനും പറയാറുണ്ട്. സത്യസന്ധമായിട്ട് ഹൃദയം തുറന്നാണ് ഞങ്ങളോട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ എല്ലാവരും എങ്ങനെയാണ് ഈ ഓർക്കിഡ് വാങ്ങുന്നതെന്ന് എനിക്കറിയാം, ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഇത് വാങ്ങുന്നത് എന്നുള്ളത്. അതുപോലെ നിങ്ങളും ഒക്കെ ഇപ്പോൾ പൈസ ഒരുക്കൂട്ടി കുറേശ്ശെ എല്ലാവരുടെ കണ്ണും അതും ചെവിയൊക്കെ വെട്ടിച്ച് കാണ്ടാണ് നമ്മൾ ഈ ഓരോരോ പ്ലാന്റ് വാങ്ങി നമ്മൾ ഒരുക്കൂട്ടി നമ്മളെ വീട്ടിലിങ്ങനെ പ്ലാന്റുകൾ ഉണ്ടാക്കി വെക്കുക.
അപ്പോൾ അത് കേടൊന്നും പോകരുതെന്ന് നമുക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കെമിക്കൽ വളം കൂടിയുള്ള വിലലും കൂടിയും കൊടുത്ത് വാങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ളതാണ്. ഇപ്പോൾ ഒരു വെളുത്തുള്ളീൻ്റെ പോണെടുത്ത് കാണ്ടൊന്നും ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കാണ്ട് അത് കൊടുത്താലൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ അതാരും അറിയാനും പോകണില്ല. നമ്മൾ വാങ്ങും വേണ്ട, നമ്മളെ കാശും ചിലവാക്കണ്ട. അതൊക്കെ വാങ്ങുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ വാങ്ങുന്ന കാശുണ്ട് വെച്ചാൽ നമുക്കൊരു ഓർക്കിഡും കൂടി വാങ്ങിച്ചോളാം. ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കൽ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കൊടുക്കേണ്ടത് ഇതാണ്, ഇപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നത് അതാണ്. പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചിട്ടൊന്ന് കൊടുത്താൽ പിന്നെ ഈ മഞ്ഞ കളറുള്ള പുള്ളി വരൂല, അത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ വെള്ള പ്രാണികൾ വരും. പിന്നെ അതുപോലെ തന്നെ ഇല ചുരുട്ടിപ്പുഴു ഉണ്ടാവും, നമ്മൾ കാണൂല, മാറാല പോലെ ഇല ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് വരൂല. ഈ മഞ്ഞൾപ്പൊടിൻ്റെ വാസന ഇവർക്കൊക്കെ, വെളുത്തുള്ളിൻ്റെ വാസന എല്ലാ പ്രാണികൾക്കും ഭയങ്കര അലർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി തന്നെ ചെയ്തോളി പറഞ്ഞത്. ഇത് കണ്ടെങ്കിൽ എൻ്റെ പിന്നെ സൽവഞ്ചിനി പ്ലാന്റ് പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ, അതിമേൽ 2, 3, 4 കൊലറ്റ പൂവ് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കലക്കിക്കാണ്ട് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്തു. ആദ്യം ഞാൻ നനച്ചു, നല്ലോണം നനച്ചിട്ടാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. കൊടുത്ത ഫെർട്ടിലൈസർ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തോളി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ. എൻ്റെ പൊട്ടത്തരമൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ ഉള്ളത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഉള്ളതാണ് പറയണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ വാങ്ങി കൊടുത്തോളി. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണല്ലോ, വേണ്ടവർക്ക് കൊടുക്കാം. ഇന്ത്യനെ ഏതായാലും ഓർഗാനിക് തന്നെ കൊടുത്ത് ശീലമായതുകൊണ്ടാകും എൻ്റെ പ്ലാന്റിന് ഓർഗാനിക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരിക്കും ചെയ്യട്ടെ. എന്താ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഇപ്പോൾ ഒരു പുള്ളി വരുന്നുണ്ടോ, ഇതിനൊക്കെ ഇപ്പോൾ ഈ വെളുത്തുള്ളിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ പിന്നെ നമ്മളെ അഗ്രിബീസിൽ നിന്ന് വാങ്ങിച്ച ആ സീഡ്ലിങ്ങാണ്, കണ്ടില്ലേ. 9 പ്ലാന്റാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്. 10 ഞാൻ പറഞ്ഞത് 9 ഉള്ളായിരുന്നു ഇവിടെ എത്തിയപ്പെട്ടത്. അപ്പോൾ അത് ആ ഒരു പ്ലാന്റാണത്. അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായി നിൽക്കണമൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കൊടുക്കുക, പുള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുക്കുക. പിന്നെ എല്ലാം നല്ലതാണ്. ആ മറ്റേ ചട്ടിയിലുള്ളതാണ്ടോ, അത് മുന്താസിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചാൽ 360 റുപ്യേൻ്റെ പ്ലാന്റാണ്. ഒക്കെ നല്ല ഉഷാറായിക്കണം. 1 2 പ്ലാന്റ്, അതിൻ്റെ പൂവൊക്കെ എല്ലാം ഭംഗിയുള്ളൊരു പൂവ്. അതിലൊക്കെ കട പൊട്ടി വരുന്നുണ്ട്. ഒക്കെ നല്ല നല്ല പ്ലാന്റുകളാണ്, ഉഷാർ തന്നെ ആകുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഇത് കൊടുക്കണോണ്ട്, ഈ ഫെർട്ടിലൈസർ കൊടുക്കണോണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തോളി, വേണമെങ്കിൽ നിങ്ങൾ കെമിക്കൽ തന്നെ കൊടുത്തോളി. ഇതാകുമ്പോൾ ഇപ്പോൾ നമ്മളെ മേത്തക്കായാലും കണ്ണുക്കായാലും തലയ്ക്കായാലും നമുക്കൊരു പ്രശ്നമില്ലല്ലോ. മറ്റേതാകുമ്പോൾ അതൊക്കെ നമ്മൾ നോക്കും വേണ്ടേ. നമ്മളെ മേത്തക്കാവോ, കണ്ണ് കെട്ടണം, പിന്നെ മൂക്ക് കെട്ടണം, അങ്ങനെയൊക്കെ കെട്ടിക്കാണ്ട് അടിക്കണം, കൈ ഒന്ന് ഉറടണം. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് സാഫ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ മഞ്ഞളും വെളുത്തുള്ളിയും കൊടുക്കുക. അത്രയൊക്കെ ചെയ്താൽ മതി കേട്ടോ. നമ്മളെ ടവറൊക്കെ ആണെങ്കിൽ ടവറും ഉഷാറാവൽ തുടങ്ങി, വേരൊക്കെ വരൽ തുടങ്ങി, ടവർമലൊക്കെ പൂവൊക്കെ വിരിഞ്ഞു. അപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് മൊത്തത്തിലിട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വളം തന്നെ കൊടുക്കുന്ന പോലെ എന്നെ ഫോളോ ചെയ്യുന്നവർ ഇതന്നെ കൊടുത്തോളി. നിങ്ങളെ പ്ലാന്റൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ ഇതിനൊന്നും ഒരു കേടുമില്ല. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് ഇതൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറച്ചേക്കണത് എന്താണെന്ന് അറിയാലോ, ആശേരി തുപ്പാണ്, പിന്നെ തെർമോക്കോളും ആണ്. ഒക്കെ നിങ്ങൾ കണ്ടതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. വേരൊക്കെ വരൽ തുടങ്ങി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.